സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂക്കാരൻ മജീദാണ്. ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ല തിരുവില്ലാമല സെൻറ്ററിൽ. തിരുവില്ലാമല സെൻറ്ററിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോണ സായിബാബയുടെ തൊട്ട് താഴെയായിട്ട് ഒരു വഴി ഇങ്ങോട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ആകെയുള്ള ദൂരം ഒരു 500 മീറ്റർ ഉണ്ടാവും. ഫസ്റ്റ് 500 മീറ്റർ ഉണ്ടാവുള്ളൂ. അമ്പല വഴിയിൽ നിന്ന് ഒരു 200 മീറ്ററും. ഇതൊരു 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വീട്. ബാക്കിലൊരു തറയുണ്ട്, 1000 സ്ക്വയർ ഫീറ്റ്. വെള്ളം വരുന്നത് ബോർവെൽ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വാടകക്കാരുണ്ടാണ്, ഇപ്പം ഇല്ല. അപ്പോൾ ഇത് വിൽക്കാനുള്ളതാണ്. ഇത് നമുക്ക് വിലയും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും. അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക, വിളിച്ചിട്ട് വരിക. കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ട് കാണുക. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്ത്, തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്നും 500 മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം. തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെ അമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ സായിബാബ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് പഴയ കോറി വഴിയിലേക്ക് പോകുന്ന ആ റോഡിലാണ് ഈ സ്ഥലമുള്ളത്. ഇത് ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വാർപ്പ് വീടും. അപ്പോൾ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല, വാടകക്കാരുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. ഇത് വെള്ളം വരുന്നത് ബോർവെല്ലാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് തറയുണ്ട്. ലേശം പഴക്കമുണ്ട്, കെട്ടിയിട്ട് കുറച്ചായി. അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക. ഇത് നമ്മളിപ്പോൾ ഈ സ്ഥലം 10 സെൻറ്റ് സ്ഥലം, ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒരു 15 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു കഷ്ണമാണ്, ഒരു വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. ചുറ്റുവശം വീടുകളുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഒരു 2-3 കട റൂം പണിയാൻ കൂടിയും പറ്റിയതാണ്. അപ്പോൾ ഒരു പലചരക്ക് കടയോ അങ്ങനെ ചെറുതായിട്ടൊരു കടയും ഓടുന്നതായിരിക്കും. അപ്പോൾ ഇത് സെൻട്രലിൽ നിന്നും ആകെ ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് 500 മീറ്ററാണ് വരുന്നത്. അമ്പല റോഡിൽ നിന്നും 200 മീറ്ററും. അപ്പോൾ ഫുള്ള് ടാർ റോഡ് ഫ്രണ്ടേജ് കൂടിയ സ്ഥലമാണ്. കംപ്ലീറ്റ് ചുറ്റുവശം വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും. വിലയും കാര്യങ്ങളും മേലെ ക്യാപ്ഷൻ ലെറ്ററിലും മേലെ എഴുതുന്നതായിരിക്കും. നേരിട്ട് ഓണറായിട്ടുള്ള ബിസിനസ്സാണ്. ഇതിൽ ഇടനിലക്കാരോ ആരുമില്ല. ഇടനിലക്കാരോ എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷൻ കൊടുക്കേണ്ട പേര് അങ്ങനെയൊന്നുമില്ല. നേരിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഒരു ലൈക്കും കൂടി ഒന്ന് അമർത്തി വിടുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇത് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും, കേരളത്തിൽ എവിടെയായാലും വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്ത് സെയിലാക്കുന്നതായിരിക്കും. ഒരു 90% ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഫേസ്ബുക്ക് പേജിലുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആളുകൾ ഒന്ന് കയറി കാണുക. നിറച്ച് പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതുണ്ട്, വീടുകൾ കൊടുക്കാനുണ്ട്, സ്ഥലം കൊടുക്കാനുള്ളതുണ്ട്, ചെറുതായാലും വലുതായാലും എല്ലാം കൊടുക്കാനുള്ളത് കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ വിളിക്കുമ്പോൾ പറയാം, ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലം, ചെറിയൊരു വീട്, ചെറിയൊരു പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ ചെറിയൊരു വീട്. വിലയൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല, ചെറിയ വിലയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്പർ ഇതിൻ്റെ ഏറ്റവും പുറകുവശത്ത് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കുക. ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. ഇതിൻ്റെ ഓണർ ഉള്ളത് നിലവിൽ ഇതിൻ്റെ ഓണർ ഉള്ളത് കാസർഗോഡാണ്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അവർ വിളിച്ച് പറഞ്ഞാണ് ഇതൊന്ന് സെയിൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ പഴയന്നൂരുള്ളതായതുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പരമാവധി എൻ്റെ എന്ന് പറഞ്ഞാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം. പരമാവധി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും എഴുതുക, പരമാവധി ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്കും ചെയ്യാം. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തും. ഇതുപോലെ വിൽക്കാനോ വാങ്ങാനോ ഉള്ള ആളുകളുണ്ടെങ്കിൽ വിളിക്കാം. ഇനി വാടകയ്ക്ക് കൊടുക്കാനോ, വീടുകൾ വാടകയ്ക്ക് കൊടുക്കാനായാലും കുഴപ്പമില്ല. വാടകയ്ക്ക് ആവശ്യമുള്ള ആളുകളും വിളിച്ചോളൂ. നമ്മുടെ അടുത്ത് ഒരുപാട് വീടുകൾ വാടകയ്ക്കായിട്ടുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്. ചെറിയ വീട് മുതൽ ഉണ്ട്. പിന്നെ 4 സെൻറ്റ് സ്ഥലം മുതൽ നമ്മുടെ അടുത്ത് കൊടുക്കാനുണ്ട്. 4 സെൻറ്റ് സ്ഥലം മുതൽ ഏക്കറ കണക്കിന് എന്ന് പറഞ്ഞാൽ 92-200 ഏക്കർ വരയ്ക്കും നമ്മളുടെ അടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ